ഹായ് ഡിയേഴ്സ്, UG മെഡിക്കൽ കൗൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് UG മെഡിക്കൽ കൗൺസിലിംഗിന് രജിസ്റ്റർ ചെയ്യുക നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. MCC.nic.in എന്ന വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് കടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് UG മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ ചെയ്യുന്നത് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഓൺലൈൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുട്ടികളെ, ഇവിടെ നിങ്ങൾ റോൾ നമ്പറും പാസ്വേഡും ഒന്നും ഇപ്പോൾ നൽകണ്ട. നിങ്ങൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഇവിടെയാണ്, ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ റോൾ നമ്പറും പാസ്വേഡും ഒക്കെ അടിച്ച് നൽകിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കണം. അതായത് നീറ്റ് UG കൗൺസിലിംഗ് ഫോർ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകൾക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വിശദമായി നമ്മൾ പറഞ്ഞു തരാം. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരാം. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇതൊരു ഡിക്ലറേഷൻ ആണ്. അതായത് ഐ ഹിയർ ബൈ എഗ്രി ടു ദി ഫോളോയിങ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഗവേണിംഗ് ദി അഡ്മിഷൻ പ്രോസസ് ഓഫ് MCC നീറ്റ് UG 2021-22 ആണ്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഗവേൺ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത് നമ്മൾ ഇൻഫോർമേഷൻ ബ്രൗഷർ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നാണ്. അതായത് നമ്മൾ ഇതിന്റെ നേരത്തെ ആദ്യം ഇറങ്ങിയിരിക്കുന്ന, നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ഇറങ്ങിയ ഇൻഫോർമേഷൻ ബ്രൗഷേഴ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം തന്നെ കറക്റ്റ് ആയിരിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ അതെല്ലാം കറക്റ്റ് ആണെന്നും അതുപോലെ തന്നെ സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ MCCയുടെ എല്ലാ റൂൾസും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നാണ് ഒന്നാമത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡോക്യുമെന്റ്സുകളെ കുറിച്ചാണ്. അതായത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സുകൾ കോളേജിൽ നേരിട്ട് കൊണ്ടു കൊടുക്കണം. അവിടെ ഒരു വെരിഫിക്കേഷൻസ് ഉണ്ടാകും. ആ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും മിസ്മാച്ചിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളിൽ നിങ്ങളുടെ കാറ്റഗറിയിലോ സബ് കാറ്റഗറിയിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ ഇങ്ങനെ എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ടഡ് സീറ്റ് ക്യാൻസൽ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ എന്താണോ ഓൺലൈൻ അപ്ലിക്കേഷൻ തയ്യാറാക്കുമ്പോൾ നൽകിയിട്ടുള്ളത്, അതായത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ അത് തന്നെയാണെന്ന് നിങ്ങൾക്കും ഉറപ്പുണ്ടായിരിക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടായാൽ നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള സീറ്റ് ക്യാൻസൽ ആയി പോകുന്നതാണ്. മൂന്നാമതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ജെനുവിൻ ആൻഡ് ഒതന്റിക് ആണെന്നാണ്. ഓക്കെ, നാലാമതായിട്ട് നമ്മുടെ പാസ്വേഡുകൾ ഒന്നും തന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. നമ്മൾ ആരുമായിട്ട് ഷെയർ ചെയ്യുകയോ ഓപ്പൺ ആയി വെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തന്നെയാണുള്ളത്. ആ പാസ്വേഡ് MCCക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. നിങ്ങളാണ് അതിന്റെ പാസ്വേഡ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പലരും പ്രൈവറ്റ് കഫേയിലൊക്കെ പോയിട്ട് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പാസ്വേഡുകൾ സെറ്റ് ചെയ്യുക. കാരണം അത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഓപ്ഷനുകളിലൊക്കെ തന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പാസ്വേഡ് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സെക്യൂർ ആയിട്ട് തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഉത്തരവാദിത്തം ഒരിക്കലും MCC ഏറ്റെടുക്കുന്നതല്ല. അടുത്തതായിട്ട് നിങ്ങളുടെ പാസ്വേഡോ OTP വിത്ത് എനി വണ്ണോ നിങ്ങൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് കോൺഫിഡൻഷ്യൽ ആൻഡ് യൂസ് ബൈ യു ഓൺലി ആണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫീ കാര്യങ്ങളാണ്. ഓരോ കോളേജിലുള്ള ഫീസ് ഡീറ്റെയിൽസ്, അതിന്റെ ബോണ്ട് ഡീറ്റെയിൽസുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. അതിനുള്ള ഡീറ്റെയിൽസുകൾ ഇപ്പോൾ MCCയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും തന്നെ MCCക്ക് യാതൊരു റോളുമില്ല. കാരണം അഡ്മിഷൻ നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും തന്നെ MCCയുടെ കയ്യിലുള്ളതല്ല. ഫീസും ബോണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ. വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിനൊക്കെ നമ്മൾ നന്നായിട്ട് വായിച്ച് അതിലെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എട്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് റീഡ് ദി FAQs, അതായത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി. MCCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് MCC പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം നമ്മൾ ക്ലിയർ ആണെങ്കിൽ ഇവിടെ ഐ എഗ്രി ബട്ടണിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഐ എഗ്രി കൊടുക്കുക.
ഐ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്കിലേക്ക് വരുന്നതാണ്. ഇവിടെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകേണ്ടത്. നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കണം, അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം, നിങ്ങളുടെ നെയിം കൊടുക്കണം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്. എന്നിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ട്. ആ സെക്യൂരിറ്റി പിൻ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. തുടർന്നും MCC കൗൺസിലിങ്ങും അതുപോലെ തന്നെ കേരള മെഡിക്കൽ കൗൺസിലിംഗിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.